വ്യഭിചാരം പോലുള്ള തെറ്റു ചെയ്ത സ്ത്രീകളെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ പുനരാരംഭിക്കുന്നതായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വ്യക്തമാക്കി. തെറ്റുകാരായി കണ്ടെത്തിയ സ്ത്രീകളെ പരസ്യമായി ചാട്ടവാറിനടിക്കുകയും കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുമെന്ന് താലിബാൻ മേധാവി മുല്ല ഹിബത്തുള്ള അഖുൻസാദയാണ് അറിയിച്ചത്. അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമാണെന്നും താലിബാൻ തലവൻ പറഞ്ഞു. സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നടത്തിയ ശബ്ദ സംപ്രേഷണത്തിലൂടെയാണ് മുല്ല ഹിബത്തുള്ളയുടെ പ്രഖ്യാപനം വന്നത്. ഇസ്ലാമിക ശരീഅത്ത് നിയമം കർശനമായി നടപ്പിലാക്കുന്നതായും മുല്ല ഹിബത്തുള്ള പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പുമായി താലിബാൻ മേധാവി മുല്ല ഹിബത്തുള്ള രംഗത്തെത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിനെതിരായ താലിബാന്റെ പോരാട്ടം തുടരുമെന്നും മുല്ല ഹിബത്തുള്ള വ്യക്തമാക്കി. കല്ലെറിഞ്ഞു കൊല്ലുന്നത് സ്ത്രീകളുടെ അവകാശ ലംഘനമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഞങ്ങൾ ഉടൻ നടപ്പിലാക്കും. സ്ത്രീകളെ ഞങ്ങൾ പൊതുസ്ഥലത്ത് ചാട്ടവാറുകൊണ്ട് അടിക്കും. അവരെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് മുല്ല ഹിബത്തുള്ള പറഞ്ഞു. കാബൂൾ പിടിച്ചടക്കിയതോടെ താലിബാൻ ശക്തി പ്രാപിച്ചെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂവെന്നും മുല്ല ഹിബത്തുള്ള പറഞ്ഞു. അതേസമയം താലിബാന്റെ നിലപാടിനെ ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിച്ചു. ഇത്തരം നടപടികൾ പുനരാരംഭിക്കരുതെന്നും UN സംഘടനയോട് ആവശ്യപ്പെട്ടു. 2021 താലിബാൻ അധികാരം പിടിച്ചടക്കിയതോടെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ജോലി, പൊതുവിടങ്ങൾ എന്നിവ നിഷേധിക്കപ്പെട്ടു. പെൺകുട്ടികൾ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നത് താലിബാൻ വിലക്കി. ഇതിനു പുറമെ 2022 ഡിസംബറിൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനം പെൺകുട്ടികൾക്ക് നിഷേധിച്ചു. 2001 അമേരിക്കയുടെ നേതൃത്വത്തിൽ താലിബാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും 20 വർഷത്തിനു ശേഷം താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.